ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നതിന് വേണ്ടി ബില്ല് പാസാക്കിയിരിക്കുകയാണ്. റിപ്പബ്ലിക് അംഗങ്ങൾക്ക് മേധാവിത്വമുള്ള US ജനപ്രതിനിധി സഭ ആയുധങ്ങൾ നൽകുന്നതിനായി പ്രസിഡന്റ് ജോ ബൈഡന് മേൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു ബില്ല് തന്നെയാണ് ഇപ്പോൾ പാസ്സായിരിക്കുന്നത്. ആയുധ വിതരണം വൈകിപ്പിക്കുന്ന ബൈഡന്റെയും ഡെമോക്രാറ്റുകളുടെയും നടപടിക്കെതിരെ ജനപ്രതിനിധി സഭയിൽ വലിയ വിമർശനം ഉയർന്നു വന്നിട്ടുമുണ്ട്. നേരത്തെ ഇസ്രായേലിലുള്ള ആയുധ വിതരണം അത് US വൈകിപ്പിച്ചിട്ടുണ്ടായിരുന്നു. റഫേൽ ആക്രമണം നടത്തിയാൽ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകില്ല എന്നുള്ള മുന്നറിയിപ്പും US-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇസ്രായേൽ സെക്യൂരിറ്റി അസിസ്റ്റൻസ് സപ്പോർട്ട് ആക്ട് ആണ് ജനപ്രതിനിധി സഭ പാസാക്കിയത്. 224 പേർ ആക്ടിനെ അനുകൂലിച്ചപ്പോൾ 184 പേർ എതിർത്തിട്ടുണ്ട്. 16 ഡെമോക്രാറ്റുകൾ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ 3 റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ ഇതിനെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ ബില്ല് നിയമമാവാനുള്ള സാധ്യതകൾ വിരളമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിനിടയിലാണ് ജനപ്രതിനിധി സഭയിൽ ബിൽ പാസാക്കിയതെന്നതും വളരെ ശ്രദ്ധേയമാണ്. ബൈഡന് മേൽ കടുത്ത സമ്മർദ്ദം തന്നെയാണ് ഇപ്പോൾ വന്നുപെട്ടിരിക്കുന്നത്. ഇസ്രായേലിന് ആയുധം നൽകാതെ മറ്റ് വഴിയില്ല എന്നതിലേക്ക് ബൈഡൻ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.